Now we are passed on the problem side of budget line. നമ്മൾ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ബഡ്ജറ്റ് ലൈൻ is equal to P1x1 plus P2x2 is equal to M എന്നതാണ് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ. നമ്മൾ ബഡ്ജറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലായ്പ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓരോന്ന് വായിക്കാം. Find the budget line equation. Second one, find the budget set. Third, find the budget line. Then find the horizontal intercept, find the vertical intercept, and the last one, draw the budget line. നമ്മൾ ഇതിലെ ഏറ്റവും ആദ്യം ഫൈൻഡ് ദ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്നുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. ബഡ്ജറ്റ് ലൈനിന്റെ ഓൾറെഡി നമ്മൾ ഇക്വേഷൻസ് നമുക്ക് അറിയാം. ബഡ്ജറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M എന്നതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഹിയർ P1 is equal to 5, P2 is equal to 4 and M is equal to 20. So that the budget line equation is equal to P1 that is equal to 5x1 plus P2 4x2 is equal to 20. So first question answer വളരെ സിമ്പിൾ ആണ്. First question answer, find the budget line equation. Then second one, find the budget set. Find the budget set. Already നമുക്ക് തിയറി അറിയാം. The set of bundle available to a consumer at prevailing income. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻകത്തിന് അനുസരിച്ചുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബണ്ടിലുമാണ് ഏതെന്ന് പറയുന്നത് ബഡ്ജറ്റ് സെറ്റ്. ബഡ്ജറ്റ് സെറ്റ് കണ്ടെത്തേണ്ട ഇക്വേഷൻ എന്താ? ബഡ്ജറ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഇപ്പൊ തന്നിരിക്കുന്ന കണക്ക് പ്രകാരം ഹിയർ 5x1 അല്ലേ? അപ്പോൾ ബഡ്ജറ്റ് സെറ്റ് 5x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. നമുക്കിത് കണ്ടെത്താം. ബഡ്ജറ്റ് സെറ്റ് കണ്ടെത്താൻ നമ്മൾ ഓരോ ബണ്ടിൽസ് സെലക്ട് ചെയ്യും. ഓരോ ബണ്ടിൽസിലും ബണ്ടിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 ന്റെ ക്വാണ്ടിറ്റിയും x2 ന്റെ ക്വാണ്ടിറ്റിയുമാണ് ബണ്ടിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ടിൽസ് എന്താന്നുള്ള കാര്യം പറഞ്ഞു. ബണ്ടിൽസ് ഇസ് എ set of commodity as a combinations of two commodity available to a consumer. ഇപ്പൊ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ് എന്ന് പറയുന്നത് x1 എന്ന് പറയുന്ന ഗുഡിന്റെ അളവും x2 എന്ന് പറയുന്ന ഗുഡിന്റെ അളവും എത്രയാണ് നമുക്ക് കണക്ക് ചെയ്യാം. ഇവിടെ ബഡ്ജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ 5x1 plus 4x2 is less than or equal to M എന്നുള്ള ഈ ഇക്വേഷനിൽ നമ്മൾ x1 ന്റെ വാല്യൂ x2 ന്റെ വാല്യൂ അല്ലെങ്കിൽ x1 എന്ന് പറയുന്ന ബണ്ടിലും x2 എന്ന് പറയുന്ന ബണ്ടിൽ അല്ലെങ്കിൽ x1 ഈ ബണ്ടിലെ x1 ഉം x2 ന്റെയും അളവ് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 0 0 എന്നുള്ളത് കൊടുത്തു. 0 0 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ എളുപ്പമാണ്. 5x1 ന്റെ സ്ഥാനത്ത് into 0 plus then 4 into 0. So what is the answer? 5 into 0 0
plus 4 into 0, 0. So that the total 0. We have the available income 20 and budget set answer is 0. So this bundle we can available. Then we can take the next bundle 0, 1. 0, 1 that is equal to 5 into 0 plus 4 into 1. That is equal to 0 plus 4 is equal to 4. We have the available income 20 rupees. Here the total expense of the bundle good 1 and good 2 only 4 rupees. So this bundle also we can avail. Then just like 0, 2, the next bundle 0, 2. 0, 2 that is equal to 5 into 0 plus 4 into 2 that is 8. This bundle also we can available. Then 0, 3 0, 3 what is answer? Only 12. Then 0, 4 0, 4 that is equal to 5 into 0 plus 4 into 4 that is equal to 60. This bundle also we can have. Then the next one 0, 5 5 into 0 plus 4 into 5 20. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 20 റുപ്പീസ് ഉണ്ട്. നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര വന്നു? 20 വന്നു. അപ്പോ ഈ ബണ്ടിലും കൂടി നമുക്ക് എന്താ അവൈലബിൾ ആണ്. ഇനി നമ്മൾ അടുത്ത ബണ്ടിൽ എടുത്തു നോക്കാം, എന്ത് സംഭവിക്കും നോക്കാം. 06 എന്നുള്ള ബണ്ടിൽ എടുത്തു നോക്കാം. എടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. 5 into 0 plus 4 into 6. The answer is 24. അല്ലേ? 24 വന്നു. നമ്മുടെ കയ്യിൽ എത്ര അവൈലബിൾ ഇൻകം ഉണ്ട്? 20 റുപ്പീസ് ഉള്ളൂ. പക്ഷെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര വന്നു? 24 വന്നു. അപ്പൊ നമുക്ക് ഈ ബണ്ടിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? വാങ്ങിക്കാൻ കഴിയില്ല. ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The set of bundle available to a consumer. അല്ലേ? നമുക്ക് അയാളുടെ കയ്യിലുള്ള 20 രൂപയ്ക്ക് അയാളുടെ കയ്യിലുള്ള പൈസ എത്ര രൂപ? 20 രൂപയുള്ളൂ. ആ 20 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ കഴിയുന്ന എല്ലാ ബണ്ടിൽസും 00 ആയിട്ട് വാങ്ങിക്കാൻ കഴിയും, 01 വാങ്ങിക്കാൻ കഴിയും, 02, 03, 04, 05, 06 വാങ്ങിക്കാൻ കഴിയോ? ഇല്ല. 06 വാങ്ങിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അത് വെച്ച് അവിടെ വെച്ചിട്ട് 0 വെച്ചിട്ടുള്ള ബണ്ടിൽ കഴിഞ്ഞു. Then the next one 0 മാറ്റിയിട്ട് നമ്മൾ എന്ത് 10 യൂസ് ചെയ്യും. 10 യൂസ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? 5 into 1 plus 4 into 0 എത്ര വരിക? 5 plus 0 that is equal to 5. അപ്പോൾ ഈ ബണ്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ 11 എടുത്തു നോക്കാം. എന്ത് സംഭവിക്കും നോക്കാം. 11 5 into 1 plus 4 into 1 that is equal to 5 plus 4 is equal to 9. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 20 രൂപ ഉണ്ട്. നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എത്ര വന്നു? 9 വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ ബണ്ടിലും വാങ്ങിക്കാം. Then the next one 1 2. ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ 0 ആദ്യം കൊടുക്കുക. 0 എല്ലാത്തിലും 0 കൊടുത്തു. എന്നിട്ട് നമ്മൾ 1 2 3 4 5 കൊടുത്തു. 0 കൊണ്ടുള്ള കളി ഏകദേശം കഴിഞ്ഞു. കാരണം 05 കഴിഞ്ഞപ്പോൾ 06 നമുക്ക് പറ്റില്ല. ആയതുകൊണ്ട് നമ്മൾ 0 ഒഴിവാക്കിയിട്ട് അടുത്ത 0ന്റെ സ്ഥാനത്ത് 1 കൊണ്ടുവന്നു. അപ്പോൾ 1 0 1 1 1 2 1 2 അവൈലബിൾ അല്ലേ? നോക്കി നോക്കാം. 5 into 1 plus 4 into 2
5 into 1 is equal to 5 plus 4 into 2 8. എത്ര വന്നിട്ട് 13 വന്നിട്ടുള്ളൂ. 13 അല്ലെ, 13 റുപ്പീസ് വന്നിട്ടുള്ളൂ. എത്ര രൂപ കയ്യിലുണ്ട്? 20 രൂപ കയ്യിലുണ്ട്. 13 വന്നിട്ടുള്ളൂ. അപ്പൊ ഈ ബണ്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. Then 1 3 കൊടുത്തു നോക്കുക. We have substitute the bundle 1 3 substitute ചെയ്യുമ്പോൾ നോക്കാം. 5 into 1 plus 4 into 3. 5 into 1 is equal to 5 plus 4 into 3 12. എത്രയായി? ടോട്ടൽ 17 rupees. അപ്പോൾ ഈ ബണ്ടിൽ നമുക്ക് വാങ്ങിക്കാം. Then the next one 1 4 പറ്റുമോ ശ്രമിച്ചു നോക്കാം. 1 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 into 1 plus 4 into 4. 5 into 1 is equal to 5 plus 4 into 4 16. Total of 21. അയ്യോ, നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉള്ളൂ? 20 റുപ്പീസ് ഉള്ളൂ. ഇവിടെ എത്ര വന്നു? 21. അപ്പോൾ ഈ ബണ്ടിൽ നമുക്ക് അവൈലബിൾ ആണോ? 1 4 നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ നമ്മുടെ ബജറ്റ് സെറ്റ് ചെയ്ത് വരെ വരുന്നുള്ളൂ, 1 3 വരെ വരുന്നുള്ളൂ. Then ഇപ്പൊ 1 കൊണ്ടുള്ള ബജറ്റ് സെറ്റ് നമ്മൾ നോക്കി. 1 4 കഴിയില്ല. അതുകൊണ്ട് അടുത്തതിലേക്ക് പോകുന്നു. 1 മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എടുത്തു നോക്കുക. 2 0 എന്ന് പറയുമ്പോൾ 5 into 2 plus 4 into 4 into 0. 4 into 0. That is equal to 10. അല്ലേ? 10 ആണ്. നമ്മുടെ അവൈലബിൾ എനിക്ക് എത്ര ഉണ്ട്? 20. Here the expense only 10. അപ്പൊ നമുക്ക് ഈ ബണ്ടിൽ അവൈലബിൾ ആണ്. Then 2 1 ആവുമ്പോൾ എത്ര വരും നോക്കുക. 5 into 2 10. 4 into 1 4. അപ്പോ 10 plus 4 14 വരുന്നുള്ളൂ. 14 റുപ്പീസേ വരുന്നുള്ളൂ. 14 റുപ്പീസേ ചിലവ് വരുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ 20 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ബണ്ടിലും അവൈലബിൾ ആണ്. Then 2 പറ്റുമോ നോക്കുക. 2 എങ്ങനെ നോക്കുക? 5 into 2 plus 4 into 2. 5 into 2 10 plus 4 into 2 8. എത്രയുണ്ട്? 80. നമ്മുടെ കയ്യിലുള്ള ഇൻകം 20 ഉണ്ട്. ഇവിടെ 18 വരുന്നുള്ളൂ. നമുക്ക് ഇത് അവൈലബിൾ ആണ്. Then 2 3 പറ്റുമോ നോക്കുക. 2 3. 5 into 2 10. 4 into 3 12. അപ്പോൾ 10 plus 12 22. അപ്പൊ ഈ ബണ്ടിൽ അവൈലബിൾ ആണ്? അവൈലബിൾ അല്ല. കാരണം എന്താ? കാരണം നമുക്ക് ഇതിന് എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്? 22 വരുന്നുണ്ട്. നമ്മുടെ അവൈലബിൾ ഇൻകം എത്ര ഉള്ളൂ? 20 വരുന്നുള്ളൂ. അപ്പൊ ഈ ബണ്ടിൽ അവൈലബിൾ അല്ല. Then അപ്പൊ 2 കൊണ്ടുള്ള ബണ്ടിൽ നിർമ്മിക്കൽ കഴിഞ്ഞു. Then 2 മാറ്റിയിട്ട് 3 0 എടുത്ത് വെക്കാം. 3 0 എന്ന് വരുമ്പോ 5 into 3 plus 4 into 0. That is equal to 50. നമ്മുടെ അതിൽ 20 റുപ്പീസ് ഉണ്ട്. അപ്പൊ ഈ ബണ്ടില് അവൈലബിൾ ആണ്. Then 3 1 വരുമ്പോ ഇങ്ങനെ വരുന്നു. 5 into 3 plus 4 into 1. 5 into 3 15 plus 4 into 1 4. That is equal to 19 rupees. അപ്പോൾ ഈ ബണ്ടിലും അവൈലബിൾ ആണ്. ഇനി ശ്രദ്ധിച്ചു നോക്കുക. 19 റുപ്പീസ് ആയി. ഇനി അവിടെ 3 2 പറ്റുമോ? 3 2 ശ്രമിച്ചു നോക്കുക. 3 2 എന്തായാലും പറ്റില്ല. എന്നാലും നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. 5 into 3 plus 4 into 2. 5 into 3 15. 4 into 2 8. അല്ലേ? അപ്പോൾ 15 plus 8 23. നമ്മുടെ അവൈലബിൾ ഇൻകം 20 ഉള്ളൂ. നമുക്ക് 23 എക്സ്പെൻസ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ബണ്ടിൽ അവൈലബിൾ അല്ല. ഇനി അടുത്തത് 3 കൊണ്ടുള്ളത് കഴിഞ്ഞു. Then 4 ഉപയോഗിച്ച് നോക്കുക. 4 0 എന്ന് പറയുമ്പോൾ
5 into 4 plus 4 into 0 എത്രയാ 20. നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിന് തുല്യമായിട്ട് കിട്ടി. ഇപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ജസ്റ്റ് വരട്ട് വെക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഈ വരയമ നോക്കിയാൽ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. കാരണം ബജറ്റ് ലൈൻ ആണ്. ബജറ്റ് ലൈൻ ഈസ് ദ ലോക്കസ് ഓഫ് combinations of good 1 and good 2 which goes exactly equal to income. അതായത് 20 അവരുടെ കയ്യിലുള്ള 20 ആണ്, 20 rupees ആണ് ഇൻകം. ആ ഇൻകത്തിന് തുല്യമായിട്ടുള്ള എക്സ്പെൻസ് വരും. അപ്പൊ അങ്ങനെ തുല്യമായിട്ടുള്ള എക്സ്പെൻസ് വരുന്ന വണ്ടിയിൽ ഏതൊക്കെയുണ്ട്? 40 വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ 05 വരുന്നുണ്ട്. അപ്പൊ 40 കഴിഞ്ഞു, 41 പറ്റുമോ? ഓട്ടോമാറ്റിക്കായിട്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. 50 ശ്രമിച്ചു നോക്കുക. 50 എന്ന് പറഞ്ഞാൽ എന്താ? 5 into 5 25. അപ്പൊ ഇനി എന്തായാലും ഈ ബണ്ടിലും പറ്റില്ല. അപ്പൊ ഇത്രയും എന്താണ് സെറ്റ് ഓഫ് ബണ്ടിൽസ് ആണ് ഈ കൺസ്യൂമർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ 20 rupees ഉള്ളൂ. ഗുഡ് 1ന്റെ പ്രൈസ് 5, ഗുഡ് 2ന്റെ പ്രൈസ് 40, ഉള്ള കയ്യിലുള്ള ഇൻകം 20 ആയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ വാങ്ങിക്കാൻ കഴിയുന്ന 20 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ കഴിയുന്ന എല്ലാ ബണ്ടിൽസും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ ബണ്ടിൽസ് എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബജറ്റ് സെറ്റ്. സെറ്റ് ഓഫ് ബണ്ടിൽ അവൈലബിൾ ടു എ കൺസ്യൂമർ വിത്ത് ഹിസ് ഇൻകം. അയാളുടെ കയ്യിലുള്ള വരുമാനം അനുസരിച്ചുകൊണ്ട്, ഇൻകം അനുസരിച്ചുകൊണ്ട് അയാൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ബണ്ടിൽ ക്വാണ്ടിറ്റികളാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞു. അടുത്തതാണ് ബഡ്ജറ്റ്. ഫൈൻഡ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ലൈൻ നേരത്തെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് P1 x1 plus P2 x2 equal to m. അപ്പോൾ ഈക്വൽ ടു m എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ തന്നിരിക്കുന്ന ഇൻകം 20 ആണ്. ആ 20ക്ക് തുല്യമായിട്ടുള്ള ബണ്ടിൽ ഏതൊക്കെയായിരുന്നു? നേരത്തെ നിങ്ങൾ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? 0, 5 എന്ന് പറയുന്ന ബണ്ടിൽ, then 4, 0 എന്ന് പറയുന്ന ബണ്ടിൽ. പിന്നെ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ബണ്ടിൽ 20 എക്സ്പെൻസ് വന്നതുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ഇനി ഉണ്ടെങ്കിൽ നമുക്കത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് 20 അതിന്റെ കറക്റ്റ് ആയിട്ട് എക്സ്പെൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബണ്ടിലും കൂടി ഇതിൽ എഴുതി കൊടുക്കുക. ക്ലിയർ? അടുത്തതാണ് ഫൈൻഡ് ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആൻഡ് ദ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അടുത്ത വരുന്നത് ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഇന്റർസെപ്റ്റിന്റെ ഇക്വേഷൻ m/p1. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുഴുവൻ ഇൻകം ഗുഡിന് 1നെ ചെലവഴിച്ചാൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ the income of the consumer and the entire income of a consumer spent on good 1. The entire income of a consumer spent on good 1. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 20 രൂപ മൊത്തം മുഴുവനായിട്ടും ഗുഡ് 1നെ ചെലവഴിച്ചാൽ. ഇപ്പൊ ഗുഡ് 1നെ ചെലവഴിക്കുന്നത് നമുക്ക് ഇക്വേഷൻസിലേക്ക് വരാം. 5x1 plus 4x2 equal to 20 ആണ്. ഫുൾ ഗുഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുഴുവൻ പണം ഗുഡ് 1നെ ചെലവഴിച്ചാൽ എന്ന് പറഞ്ഞാൽ ഗുഡ് 2ന്റെ ഭാഗം വെട്ടിയ അല്ലെങ്കിൽ അവിടെ ഒഴിവാക്കുക. അപ്പൊ എന്ത് വരുന്നു? 5x1 is equal to 20. Therefore x1 is equal to 20/5, that is equal to 4. അപ്പോ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താ? 4. ഈസി അല്ലേ? അടുത്തത് ഫൈൻഡ് ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. അടുത്തത് ഫൈൻഡ് ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടെത്തേണ്ട ഇക്വേഷൻ എന്താ? m/p2 എന്നതാണ്. m/p2 എന്ന് പറയുന്നത്
5x1 plus 4x2 is equal to m എന്നുള്ളതിൽ x1 ന്റെ ഭാഗം അല്ലെങ്കിൽ മുഴുവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എൻ്റയർ ഇൻകം ഗുഡ് 2 നെ ചെലവഴിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the entire income of a consumer spent on good 2. ഇപ്പൊ എന്ത് വരുന്നു? ഈ m ന് പകരം എന്താ വരിക? ഇവിടെ 20 വരുമ്പോ 4x2 is equal to 20, x2 is equal to 20 by 4, that is equal to 5. അപ്പോ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്ര കിട്ടി? 5 കിട്ടി. നേരത്തെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്ര കിട്ടി? 4 എന്നുള്ളത് കിട്ടി. then vertical intercept 5 കിട്ടി. ഇനി ലാസ്റ്റ് വൺ, ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ലൈൻ, ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈസിയാണ്. നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും എന്താണ് കിട്ടിയുള്ളതെന്ന് എന്നുള്ളതിന്റെ ആൻസറിൽ നിന്ന് നമുക്ക് ബഡ്ജറ്റിലേക്ക് പോവാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെ ആൻസർ 4ഉം വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെ ആൻസർ 5ഉമാണ്. ഇതിൽ നിന്ന് ബഡ്ജറ്റ് ലൈൻ എങ്ങനെ വരയ്ക്കാന്ന് വെച്ചാൽ ഗ്രാഫിന്റെ എക്സ് ആക്സിസും അതേപോലെ തന്നെ വൈ ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്, എക്സ് ആക്സിസും വരയ്ക്കാം. എക്സ് ആൻഡ് വൈ എന്നത് സ്കെയിൽ ചെയ്യാം. 0 1 2 3 4 5. ഇതേപോലെ വൈ ആക്സിസിലും സ്കെയിൽ ചെയ്യാം. 1 2 3 4 5. സ്കെയിൽ ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാർക്ക് ചെയ്യാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? എക്സ് ആക്സിസിലുള്ള പോയിന്റ് മാർക്ക് ചെയ്യാനാണ്. എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. ആ എക്സ് ആക്സിസിലുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാ? 4. then വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ വൈ ആക്സിസിലുള്ള പോയിന്റ് ആണ്. വൈ ആക്സിസിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ എത്രയാ വരുന്നത് നോക്കാം. 5. ഇവിടെ 5ൽ പോയിന്റ് കിട്ടി, ഇവിടെ 4ൽ. അപ്പൊ ആ 5ഉം 4ഉം ജോയിൻ ചെയ്തിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കണം. ഞാനിപ്പോ വരയ്ക്കുന്നത് അത്ര സ്കെയിലൊന്നും വെക്കാണ്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരിക്കും. സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ലൈൻ കിട്ടും. 4ൽ ഇവിടെ 5ൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 5, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ബഡ്ജറ്റ് ലൈൻ നമ്മളിവിടെ എഴുതി വെക്കണം. 5x1 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 20. ഇപ്പൊ ബഡ്ജറ്റ് ലൈൻ വരച്ചു. എളുപ്പല്ലേ? വളരെ എളുപ്പമുള്ളതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് വരച്ച് 8 മാർക്കിന്റെ ഇത് ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക്, മെയിൻ എക്സാമിന്. ഇപ്പൊ കഴിഞ്ഞ നിങ്ങളുടെ സീനിയർ കുട്ടികൾക്ക് വന്നിട്ടുള്ള പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഉണ്ടായിരുന്നു. അവർക്ക് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതാ? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്താ? ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ദാറ്റ് ഈസ് ഈക്വൽ ടു -p1 by p2 എന്നതാണ് ഇക്വേഷൻ. p1 എന്താ? p1 is equal to 5 rupees and p2 is equal to 4 rupees. Therefore, slope of the budget line is equal to -5 by 4. Divide ചെയ്തൊക്കെ എത്ര വരുന്നു? -1 പോയിന്റ്. ഇവിടെ ബാക്കി എത്ര ഉണ്ട്? 10 അല്ലേ? അപ്പൊ 10ലെ 1.25 എന്നല്ലേ വരിക? ഡിവൈഡ് 4 1 then 10ലെ 2 then 20ലെ 5. അപ്പോൾ 1.25. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ 1.25. ഇത്
പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ പഠിപ്പിച്ചു. ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് സെറ്റ്, അതിനോട് ബന്ധപ്പെട്ട് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ എന്നൊക്കെ ഉള്ള ബാക്കി ഭാഗങ്ങളാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു.